പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി സിറോ മലബാർ സഭ സിനഡിന് തുടക്കമായി. സിനഡിന്റെ ആദ്യ ദിനമായി ഇന്ന് പ്രാർത്ഥനകളും ധ്യാനവുമാണ് നടന്നത്. നാളെ മുതലാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിനഡിന് മുമ്പാകെ തുറന്ന കത്തുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതിയും രംഗത്ത് വന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള സഭാ സിനഡ്. ശനിയാഴ്ച വരെ നടക്കുന്ന സിനഡിൽ രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക. വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 80 വയസ്സ് ആയതിനാൽ സിനഡിൽ പങ്കെടുക്കുന്ന 53 മെത്രാൻമാർക്കാണ് വോട്ടവകാശമുള്ളത്. തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളാകും മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് എത്തുക. ആദ്യ റൗണ്ടിൽ ഒരാൾ 2/3 ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഇങ്ങനെ 5 റൗണ്ട് വരെ വോട്ടെടുപ്പാകാം. 5 റൗണ്ടിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തി കേവല ഭൂരിപക്ഷം ലഭിക്കുന്നയാളെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പിന് വത്തിക്കാനിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുന്നതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. സിനഡിന്റെ മുഖ്യ അജണ്ട അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാത്രമായതിനാൽ സഭയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകില്ല. ആരോപണങ്ങൾക്കതീതനും പക്ഷം ചേരാത്തയാളുമാകണം സഭാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റം സിനഡിന് തുറന്ന കത്ത് നൽകിയിരുന്നു. കുർബാന തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് അതിരൂപത സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. 24 കൊച്ചി.